ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് കേരള പാഠാവലി 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഇതിൽ താളുകൾക്കിടയിലൊരു മയിൽപീലി എന്ന പാഠഭാഗത്തിന്റെ വിശദമായ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങളിലെ നോട്ടുകൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കുവാനും ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ ഉത്തരാധുനിക കഥാകാരി പ്രിയ എ എസിന്റെ കഥകൾ എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത താളുകൾക്കിടയിലൊരു മയിൽപീലി എന്ന കഥയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കഥയുടെ ആമുഖമായി ഒരു വരി നൽകിയിട്ടുണ്ട്, നോക്കുക. വാടാതി നിത്യവും ജീവിതവാടിയിൽ പൂവിടാറുള്ളതീ സ്നേഹം. എന്താണ് അർത്ഥം? മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കുന്നതിന്, അവരുടെ ജീവിതവ്യമാകുന്നതിന് സ്നേഹം അത്യന്താപേക്ഷിതമാണ്. പരസ്പരമുള്ള സ്നേഹം, സഹജീവികളോടുള്ള സ്നേഹം, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പക്ഷി മൃഗാദികളോടുള്ള സ്നേഹം, പ്രകൃതിയോടുള്ള സ്നേഹം, അവനവനോടുള്ള സ്നേഹം എന്നിങ്ങനെ സ്നേഹത്താൽ നിർഭരമാണ് നമ്മുടെ ജീവിതം. സ്നേഹശൂന്യമായ ജീവിതത്തെ ജീവിതം എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. ദുരിതപൂർണമായ ജീവിതത്തെ നല്ലതാക്കി തീർക്കാൻ സ്നേഹത്തിനു കഴിയും. സ്നേഹശൂന്യതയ്ക്ക് ജീവിതത്തെ നരകമാക്കാനും സാധിക്കും. എന്താണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. 2 കുട്ടികൾ തമ്മിലുള്ള സൗഹൃദമാണ് ഈ കഥയുടെ പ്രമേയം. അനുതാര എന്ന നിത്യരോഗിയായ പെൺകുട്ടിക്ക് രോഗങ്ങൾ കാരണം അവളുടെ ബാല്യം നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ അവളുടെ ബാല്യത്തെക്കുറിച്ച് അവൾക്കും ചില നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു. ആ ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അവളുടെ കൂട്ടുകാരനായ നീലകണ്ഠനായിരുന്നു. അവരുടെ സൗഹൃദവും അതിന്റെ നിഷ്കളങ്കതയുമാണ് ഈ കഥയ്ക്കുള്ളിൽ നിറയുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ അനുതാരയ്ക്ക് തന്റെ ഏക ആശ്രയമായിരുന്ന, ആശ്വാസമായിരുന്ന ആ സ്നേഹവും ആ സൗഹൃദവും നഷ്ടപ്പെട്ടു പോകുന്നു. നീലകണ്ഠനും അനുതാരയും ജീവിതത്തിന്റെ 2 തുരുത്തുകളിലേക്ക് അകറ്റപ്പെടുന്നു. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അധ്യായം വായിക്കുകയാണ്, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. താളുകൾക്കിടയിലൊരു മയിൽപീലി. എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എന്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാനിങ്ങനെ. വേദനകളുടെ ലോകത്ത് നിന്ന് എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ചു നീട്ടാൻ മാത്രം ദയ വല്ലപ്പോഴുമേ എന്റെ അസുഖത്തിന് തോന്നാറുള്ളൂ. അസുഖം മാറി ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവ്വതും എന്ന് തോന്നും. വളരെ മുമ്പേ കുതിച്ചു പായുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ടോടിയെത്തിയും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വേദനകളിലേക്ക് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി എന്റെ അസുഖം തിരക്കിട്ടെത്തുകയായി. ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ, നുണയാൻ മധുരമില്ലാതെ, കൂട്ടിന് കളിമേളങ്ങളില്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും 1ാം സ്ഥാനമാണ്. പ്രൈമറി ക്ലാസ്സുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപീലി ശേഖരം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ്. എന്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ, 2 or 3 പിണക്കങ്ങൾ, പിന്നെ നീലകണ്ഠൻ. ഇത്രയൊക്കെയേ എന്റെ ഓർമ്മയിലുള്ളൂ. ഇവയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടുവെച്ച വലിയ കണ്ണുകളും മുഖത്തൊതുങ്ങാത്ത സന്തോഷച്ചിരിയുമായി വീണ്ടും ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എന്റെ പേര് വെട്ടിയിട്ടുണ്ടാവും. പാർവതി അമ്മ എന്ന ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യവസ്തു എന്ന പോലെ ചേർത്ത് പിടിച്ചെന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എന്റെ കവളിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എന്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിതത്വത്തോടെ എന്നെ നോക്കും. എന്നെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവെക്കും. പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറിക്കൂടിയ മൂങ്ങക്കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടിപ്പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്ക് അപ്പോഴൊക്കെ ഓർമ്മ വരും. മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞ് വികൃതമായ തലമുടിക്ക് മീതെ കൂടി കെട്ടിയ സ്കാർഫിന്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും ഞാൻ നിന്നു. ചുറ്റുമൊഴുകി പരന്ന അപരിചിതത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് കരയണം എന്ന് തോന്നി. മുറ്റത്തെവിടെയോ തകർത്ത് നടക്കുന്ന കളികളിൽ നിന്ന് തലയൂരി ഓടിക്കിതച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞുകയറി നീലകണ്ഠൻ എന്നെ തേടി വരുമെന്നോർമ്മിച്ചതും എന്റെ കണ്ണുനീർ ഉണങ്ങിത്തീർന്നു. അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കവിയുന്ന മട്ടിൽ എന്റെ അടുത്ത് വന്നു നിന്ന് നീലകണ്ഠൻ പറയും, അനുതാര ഇന്ന് വരുംന്ന് എനിക്കറിയായിരുന്നല്ലോ. ക്ലാസ്സിലേക്കുള്ള വഴി മുതൽ അനു
താര, അനുതാര, അനുതാര എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലകണ്ഠൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും. എടുത്തുകഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പാണ് എന്ന് സാന്ത്വനം പോലെ പറയും. എന്റെ നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി ഭക്രാൻ അങ്കിളിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളും വഴിക്കണക്കുകളും ശിപ്പായി ലഹളയും സൗരയൂഥത്തിലെ അന്തേവാസികളുടെ പേരുവിവരങ്ങളും നിറച്ച് എനിക്ക് തിരികെ തരും. ഉപകഥകൾ പോലെ എൻ്റെ ഉള്ളിൽ അസുഖത്തിന്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാവാം എനിക്ക് നീലകണ്ഠൻ പകർത്തിത്തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാനായില്ല. ചിലത് എൻ്റെ ഉള്ളിലേക്ക് കയറാതെ വഴിമാറി നടന്നു. ചിലതൊന്നും എൻ്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല. അതൊക്കെ അറിഞ്ഞാവണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു. അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ തോന്നിയതുമില്ല. മുത്തുകൾ പോലെയുള്ള പല്ലുകൾ കാണിച്ച് നീലകണ്ഠൻ ആരെക്കാളും ഭംഗിയായി ചിരിക്കും. കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്കു കൂടുമ്പോഴും ആ മുഖത്ത് ചിരിയുണ്ടെന്ന് എനിക്ക് തോന്നി. 2 ഷർട്ടുകളേയുള്ളൂ നീലകണ്ഠന്. ഒന്ന് വെള്ള, മറ്റൊന്ന് പച്ച. നെറ്റിയിൽ നീട്ടി വലിച്ച് ഒരു ചന്ദനക്കുറിയുണ്ടാവും. ഒരുപാട് ബസ്സും കാറും ലോറിയും ഒക്കെ ചീറിപ്പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലകണ്ഠന്റെ ധൈര്യം എനിക്ക് വലിയൊരു അത്ഭുതത്തിന് വകയായി. വീട്ടിൽ പുറംവേലയ്ക്ക് നിർത്തിയിരിക്കുന്ന പാർവതിയമ്മയാണല്ലോ എന്നെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നത്. നന്നായി പഠിക്കുന്ന നീലകണ്ഠന് സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ ക്ലാസ്സിൽ എല്ലാവരും പരസ്പരം മത്സരിച്ചു. പാവം നീലകണ്ഠന് അച്ഛനില്ല. അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെയും ഞാൻ കണ്ടിരുന്നില്ല. അച്ഛനില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാമെന്ന സത്യം എനിക്ക് ഒരേ സമയം ദുഃഖവും അത്ഭുതവുമായി. പുതിയ ചെരുപ്പ് വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും, എട്ടുകാലിയെ കൊല്ലാനും, അസുഖം വന്നാൽ പൂ പോലെ എടുത്ത് തോളിലിട്ട് നടക്കാനും അച്ഛനില്ലാതെ നീലകണ്ഠൻ എത്ര വിഷമിക്കുന്നുണ്ടാവും എന്നോർത്തപ്പോഴൊക്കെ എൻ്റെ കണ്ണു നിറഞ്ഞു. നീലകണ്ഠന് അച്ഛനില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പാർവതി അമ്മയോടും മാറി മാറി പറഞ്ഞു. നീലകണ്ഠന് മോളൊരു പുതിയ പെൻസിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞാണ് അച്ഛൻ എന്നെ സന്തോഷിപ്പിച്ചത്. പിന്നീട് അച്ഛൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ ഒരുപാട് പെൻസിൽ നീലകണ്ഠന് കൊടുത്തു. 1ാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ ബെഞ്ചിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ റോസി ടീച്ചർ എന്നെ നീലകണ്ഠന്റെ അടുത്തിരുത്തി. പിന്നെ പുതിയ ബെഞ്ചുകൾ എത്തിയിട്ടും പുതിയ ക്ലാസ്സിലേക്കായിട്ടും ഞാൻ സ്ഥാനം മാറിയില്ല. ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു. നീലകണ്ഠൻ മാത്രം മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലാക്കി അനങ്ങാതിരുന്നു. രാവിലെ കണ്ട പൂമ്പാറ്റയുടെ കാര്യവും ഒരു പൂച്ചയെ അണ്ണാറക്കണ്ണൻ കളിയാക്കിയതുമെല്ലാം പറയാൻ തോന്നിയെങ്കിലും നീലകണ്ഠനെ അനുകരിച്ച് ഞാൻ മിണ്ടാതിരുന്നു. ഇന്റർവെല്ലിന് നീലകണ്ഠൻ എനിക്ക് മയിൽപീലിയും താമരമുട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിരും തന്നു. ചായ പെൻസിൽ കൊണ്ട് ഞാൻ തന്നെ വരച്ച ചിത്രങ്ങളാണ് എനിക്ക് പകരം കൊടുക്കാനുണ്ടായിരുന്നത്. ഓരോ ചിത്രം കൊടുക്കുമ്പോഴും നീലകണ്ഠന്റെ കണ്ണുകൾ വിടർന്നു. ഇത് ജീവനുള്ള മയിലാന്നാ വിചാരിച്ചത് എന്നൊരത്ഭുതം. ഈ വീടിന്റെ തുറന്നിട്ട വാതിലിൽ കൂടിതാ ഞാൻ ഇപ്പൊ അകത്ത് കയറും എന്നൊരു തമാശ. എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതായി. ആദ്യം ഒരു മയിൽ, പൂച്ച, വീട്, ഇതൊക്കെ എനിക്ക് വരയ്ക്കാൻ അറിയാമായിരുന്നുള്ളൂ. നീലകണ്ഠന്റെ പ്രശംസ കേൾക്കാനായി ഞാൻ എന്തു കണ്ടാലും അത് നോക്കി വരച്ചു പഠിക്കാൻ തുടങ്ങി. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപീലികൾക്കാണെന്ന് നീലകണ്ഠൻ പറഞ്ഞു. എന്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എന്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി. 5ാം ക്ലാസ്സിൽ എത്തിയതോടെ ഞങ്ങളെല്ലാവരും വടക്കേ സ്കൂളിൽ ചേർന്നു. അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാൻ തുടങ്ങി. ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം, ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ്സിലാണ് നീലകണ്ഠൻ എന്ന് ആരോ പറഞ്ഞു. അത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നെടുങ്കൻ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. നിങ്ങളിപ്പോൾ വലിയ കുട്ടികളാണ്, പഠിക്കെന്ന് പറഞ്ഞ് ഇനി ആരും നിങ്ങളുടെ പുറകെ നടക്കില്ല, തനിയെ തോന്നി പഠിക്കണം എന്ന് ചുവന്ന മൂക്കുത്തിയും നക്ഷത്ര കണ്ണുമുള്ള ആതിര ടീച്ചർ പറഞ്ഞു. അതുവരെയും തനിയെ തോന്നി പഠിക്കുന്ന ഒരാളെയെ എനിക്കറിയാമായിരുന്നുള്ളൂ, നീലകണ്ഠൻ. അച്ഛനും അമ്മയും മാറി മാറി പറയുന്നതുകൊണ്ടും ഒന്നാമതായാൽ നീലക്കല്ലുള്ള ഒരു കമ്മൽ, ചിത്രശലഭങ്ങൾ പറന്നു നടക്കുന്ന ഒരു ഉടുപ്പ് എന്നെല്ലാം മോഹിപ്പിക്കുന്നതുകൊണ്ടും പഠിക്കുന്നവരായിരുന്നു ഞങ്ങളെല്ലാം. പുതിയ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെ ആരും നീലകണ്ഠനെ ഓർമ്മിക്കുന്നില്ല എന്നെനിക്ക് തോന്നി. വേറെ സ്കൂളിൽ നിന്ന് വന്ന ഒരുപാട് കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ആ ഇടയ്ക്ക് അച്ഛൻ എനിക്ക് മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു കൂട് പെൻസിൽ വാങ്ങി തന്നു. പകുതിയാകുന്ന ഓരോ പെൻസിലും നീലകണ്ഠന് എന്നോർത്ത് ഞാൻ മാറ്റിവെച്ചു. ഒരു കൂട് പെൻസിൽ ഇത്രയും വേഗം തീർക്കാൻ ഈ കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് അമ്മ പരാതി പറഞ്ഞു. സ്കൂളിലേക്കുള്ള വഴിയിലും സ്കൂൾ മുറ്റത്തും പാഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും ഞാൻ നീലകണ്ഠനെ തിരഞ്ഞു തോറ്റു.
വീണ്ടും ഒരു ആശുപത്രിവാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി പിടികിട്ടാ ഉയരത്തിൽ പറന്നു തിമിർക്കുന്ന അറിവിന്റെ തുമ്പികളെ കയ്യെത്തി പിടിക്കാൻ ശ്രമിച്ച് തളർന്നിരിക്കുമ്പോൾ അടുത്തിരുന്ന ജയന്തി സ്വരം താഴ്ത്തി എന്നോടൊരു രഹസ്യം പറഞ്ഞു. നീലകണ്ഠന് ഒരു വലിയ പനി വന്ന് കണ്ണു കാണാണ്ടായി. ഇനി സ്കൂളിൽ വരില്ലാത്രേ. ഞാനത് തീരെ ഗൗനിച്ചില്ല. അതൊരു വെറും നുണയാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തീർച്ചയായിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത്. ആരു കരയുന്നതും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്നാലോചിച്ച് മുൻവശത്തേക്ക് ഓടി. കൈലിയുടുത്ത് ബ്ലൗസിന് മീതെ കൂടി നിറം മങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ ഇറയത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങിക്കരയുന്നതിനരികെ നീലകണ്ഠൻ. പോണേന് മുമ്പ് മോളെ കാണാൻ വരണമെന്ന് വലിയ വാശിയല്ലായിരുന്നോ ഇവന്? എന്നെ ചേർത്ത് പിടിച്ച് നീലകണ്ഠന്റെ അമ്മ കരഞ്ഞു. എന്താണവർ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതറി നീലകണ്ഠൻ എന്ന് ആർത്തു വിളിച്ച് ഞാൻ നീലകണ്ഠന്റെ അടുത്ത് ചെന്ന് നിന്നു. നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി എന്റെ കൈകൾ കണ്ടുപിടിച്ചു. എന്താണിങ്ങനെ എന്നമ്പരക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. നീലകണ്ഠന്റെ അമ്മ അപ്പോഴൊന്നുകൂടി കരഞ്ഞു. നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു. മന്ദാരപ്പൂ പോലെ. ഇവന്റെ ചികിത്സയ്ക്കായി വീട് വിൽക്കാൻ പോകുവാണ്. അങ്ങ് കിഴക്കൻ നാട്ടിൽ ഇവന്റെ അമ്മാവന്റെ കൂടെ കഴിയാന്നാ വിചാരിക്കുന്നേ. നീലകണ്ഠന്റെ അമ്മയ്ക്ക് കരഞ്ഞു കരഞ്ഞ് ഒച്ചയിടറി. ശബ്ദമില്ലാത്ത കരച്ചിലേക്ക് എത്തിയ അവരെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീലകണ്ഠൻ എനിക്ക് ഒരുകെട്ട് ചെറുപുന്ന തളിര് കൊണ്ടുവന്നിരുന്നു. തളിർത്തു നിൽക്കുന്ന ചെറുപുന്ന കണ്ടാൽ ചെത്തി പൂത്തതുപോലെ തോന്നും എന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്തു നിൽക്കുമ്പോൾ നീലകണ്ഠന്റെ ശബ്ദം ഒരു വിറയലോടെ വന്ന് എന്നെ തൊട്ടു. അത് വെട്ടിവിറ്റു. തീർത്താലും തീരാണ്ടല്ലേ കടം. അതോടെ എന്റെ കരച്ചിലിന്റെ ശക്തി കൂടി. അയ്യയ്യോ, എന്തിനാ ഇങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരണില്ലല്ലോ. നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലിരുന്നു. കുഞ്ഞമ്മ വാങ്ങിയിരുന്ന പാദസരം തൊട്ടുനോക്കി ഹായ്, നല്ല ഭംഗിയുണ്ട് എന്ന് നീലകണ്ഠൻ പറഞ്ഞു. ഓരോ മുറിയിലും കയറിയിറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു. എന്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി. ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത്? അതൊന്ന് വായിച്ചേ, കേൾക്കട്ടെ എന്ന് സ്വപ്നത്തിൽ എന്ന പോലെ പറഞ്ഞു. അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ച് രൂപയുമായി നിന്ന നീലകണ്ഠന്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു. ശേഖരിച്ചു വെച്ച പെൻസിലെല്ലാം കയ്യിൽ കൊടുക്കുമ്പോൾ നീലകണ്ഠന്റെ ചിരി മങ്ങി. ഇനി എനിക്ക് എന്തിനാ പെൻസില്? എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു, ഇതിനെന്താ നിറം? ഇതിനോ? കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു. ഇനി എന്റെ പങ്കുകൂടി അനുതാര പഠിച്ചോളൂ എന്നൊരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി പ്രിയ ASന്റെ അതിമനോഹരമായ ഒരു കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ കഥയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനുതാര എന്ന് പറയുന്ന നിത്യരോഗിയായ ഒരു പെൺകുട്ടി. അവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് മനോഹരമായതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നു കാണാം. കാരണം അവളൊരു നിത്യരോഗിയായിരുന്നു. അവളുടെ ബാല്യത്തിന്റെ നല്ലൊരു ഭാഗവും ആശുപത്രിയിലാണ് അവൾ ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളെ പോലെ അവൾക്ക് കൂട്ടുകാരോ നല്ല നല്ല ഓർമ്മകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. എന്നിരുന്നാലും ആശുപത്രിവാസത്തിന്റെ ഇടവേളകളിൽ അവൾ സ്കൂളിൽ പോയിരുന്നു. അങ്ങനെ അവൾക്കുമുണ്ടായി ഒരു സൗഹൃദം. അതാണ് നീലകണ്ഠൻ. ഈ കഥയിലെ ഏറ്റവും നന്മ നിറഞ്ഞ കഥാപാത്രമാണ് നീലകണ്ഠന്റേത്. അച്ഛനില്ലാതിരിക്കുമ്പോഴും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജീവിക്കുമ്പോഴും അവൻ ദുഃഖിക്കുന്നില്ല. നന്നായി പഠിക്കണമെന്നും നന്നായി ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന കുട്ടിയാണ് നീലകണ്ഠൻ. തന്റെ ഇല്ലായ്മകളെ അവൻ ആരെയും അറിയിക്കുന്നുമില്ല. തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ അനുതാരയ്ക്ക് രോഗമുണ്ടെന്നും അവൾ അവശതയിലാണെന്നും അവനറിയാം. എന്നിരുന്നാലും അവൻ സഹതാപത്തോടുകൂടി അവളെ സമീപിക്കുന്നില്ല. മറ്റുള്ളവരവളെ സഹതാപത്തോടുകൂടി നോക്കുമ്പോഴും ഒരു വിചിത്ര ജീവിയെപ്പോലെ പരിചരിക്കുമ്പോഴും അവൻ അവളെ അങ്ങനെയല്ല കാണുന്നത്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പഠനത്തിലും കലകളിലും അവളെ പ്രോത്സാഹിപ്പിക്കാനും അവളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യിക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട്. മരുന്നും ചികിത്സയും കാരണം കോലം കെട്ടുപോയ അവളുടെ രൂപത്തെക്കുറിച്ച് പുകഴ്ത്തി പറയാനും അവൻ മടിക്കുന്നില്ല. അവളുടെ കണ്ണുകളെക്കുറിച്ച് മയിൽപീലി പോലുള്ള കണ്ണുകളെന്ന് പറയുമ്പോൾ അവളുടെ ആത്മവിശ്വാസത്തെ തിരികെ പിടിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. തന്റെ രോഗം കാരണം ഒടുവിൽ കാഴ്ച നഷ്ടപ്പെട്ട് ആ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുമ്പോഴും അവൻ അവസാനമായി കാണാൻ വരുന്നത് അനുതാരയെയാണ്. അപ്പോഴും അവളെ ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ മുൻപിൽ നിന്ന് കരയാതിരിക്കാനും
ഒരു ഭീരുവിനെ പോലെ സംസാരിക്കാതിരിക്കാനും നീലകണ്ഠൻ അറിയാം. ഇത്ര വലിയ ഒരു വിപത്ത് വന്നിട്ടും താൻ അതിനെ എങ്ങനെ നേരിടുന്നു എന്ന് തന്റെ കൂട്ടുകാരിക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു നീലകണ്ഠന്റെ ലക്ഷ്യം. നിത്യരോഗിയായ അനുതാരയ്ക്ക് അതൊരു പ്രചോദനമാകുമെന്ന് അവൻ കരുതിയിരിക്കണം. യാത്ര പറഞ്ഞു പിരിയുമ്പോഴും പാഠഭാഗങ്ങൾ പഠിക്കുന്നതിനെക്കുറിച്ചും ഇനി എനിക്ക് കഴിയാത്ത പഠനം നീ തുടരണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് നീലകണ്ഠൻ. നിഷ്കളങ്കമായ ബാല്യത്തിന്റെയും നന്മ നിറഞ്ഞ സൗഹൃദത്തിന്റെയും പ്രതീകം കൂടിയാണ് നീലകണ്ഠനും അനുതാരയും. ബാല്യത്തിലെ സൗഹൃദങ്ങൾ നമുക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്നും ആ ഓർമ്മകൾ എത്ര കാലം കഴിഞ്ഞാലും മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുമെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് പ്രിയ ASന്റെ താളുകൾക്കിടയിൽ ഒരു മയിൽപീലി. മനോഹരമായ അതിലളിതമായ ഭാഷ കൊണ്ട് പ്രിയ AS ഒരു കഥ വരഞ്ഞിട്ടിരിക്കുന്നു. ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ലാത്ത കഥയിൽ 2 കുട്ടികളിലൂടെ ബാല്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം കാണിച്ചു തരികയാണ് കഥാകാരി. രോഗാതുരമായ ബാല്യമായിരിക്കുമ്പോഴും അനുതാര എന്ന കുട്ടിയുടെ മനസ്സും ചിന്തകളും ബാല്യത്തെക്കുറിച്ചുള്ള അവളുടെ സങ്കല്പങ്ങളും നമുക്ക് കഥയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നീലകണ്ഠനെ പോലെയുള്ള സൗഹൃദങ്ങൾ മനുഷ്യജീവിതത്തെ എത്രത്തോളം പച്ചപിടിപ്പിക്കുന്നു എന്ന് കഥാകാരി നമ്മോട് പറയുന്നു. ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയാത്ത തരത്തിലുള്ള മനോഹരവും നിഷ്കളങ്കവുമായ സൗഹൃദവും അതിൻ്റെ നന്മയും വരച്ചു കാട്ടുകയാണ് പ്രിയ AS ഈ കഥയിലൂടെ. നമുക്ക് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് നോക്കാം. കഥാപാത്ര നിരൂപണമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. പ്രധാനമായും ഈ കഥയിൽ നിന്ന് 2 കഥാപാത്രങ്ങളെക്കുറിച്ചാവും ചോദ്യങ്ങൾ ഉണ്ടാവുക, അനുതാരയെക്കുറിച്ചും നീലകണ്ഠനെക്കുറിച്ചും. ആദ്യം നമുക്ക് അനുതാരയെക്കുറിച്ച് പറയാം. അനുതാര എങ്ങനെയുള്ള കുട്ടിയാണ്? അവൾക്ക് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ മാരകമായ രോഗങ്ങളുണ്ട്. അവൾക്ക് മറ്റു കുട്ടികളെ പോലെ സ്കൂളിൽ പോകാനും പഠിക്കാനും ഉല്ലസിക്കാനും ബാല്യം ചെലവഴിക്കാനും ഒന്നും കഴിയുന്നില്ല. രോഗം അവളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കിയിരിക്കുകയാണ്. അച്ഛന്റെയും അമ്മയുടെയും പുറംവേലക്കാരിയായ പാർവതി അമ്മയുടെയും സഹായത്തോടു കൂടിയാണ് അവൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. നന്നായി പഠിക്കണമെന്നും കൂട്ടുകാരോടൊത്ത് ഉല്ലസിക്കണമെന്നും ഒക്കെ അനുതാരയ്ക്ക് ആഗ്രഹമുണ്ട്. അവളുടെ ഏക കൂട്ടുകാരനായ നീലകണ്ഠനോടാണ് അവൾ തന്റെ ചിന്തകളും സ്വപ്നങ്ങളുമെല്ലാം പങ്കുവെക്കുന്നത്. നീലകണ്ഠൻ നൽകുന്ന പ്രചോദനത്തിൽ നിന്നാണ് അനുതാര തന്റെ കലാവാസനയും പഠനവുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവൾക്ക് നീലകണ്ഠനോട് സഹതാപവും സ്നേഹവുമുണ്ട്. അവൻ അച്ഛനില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി തന്നാലാവുന്നതൊക്കെ ചെയ്യാൻ അവൾ ശ്രമിക്കുന്നുമുണ്ട്. നീലകണ്ഠന്റെ പ്രോത്സാഹനം കിട്ടുന്നതിന് വേണ്ടി മാത്രം രോഗാതുരമായ അവസ്ഥയിലും അവൾ പടം വരയ്ക്കുകയും അത് അവനെ കാണിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ നീലകണ്ഠൻ ആ നാട് വിട്ടു പോവുകയാണ് എന്നറിയുമ്പോൾ അവൾ ആകെ തകർന്നു പോകുന്നുണ്ട്. നിഷ്കളങ്കമായൊരു ബാല്യമനസ്സിന്റെ പ്രതീകമാണ് കഥയിലെ അനുതാര. നീലകണ്ഠന്റെ കഥാപാത്രം എങ്ങനെയാണെന്ന് നോക്കാം. നീലകണ്ഠൻ അച്ഛനില്ലാത്ത കുട്ടിയാണ്. വീട്ടിൽ അതീവ ദാരിദ്ര്യമാണ്. അമ്മ മാത്രമേ ഉള്ളൂ അവന്. ഇടാൻ ആകെ 2 ഉടുപ്പാണുള്ളത്. എന്നിട്ടു കൂടിയും അവൻ തന്റെ ഇല്ലായ്മകളെ ആരെയും അറിയിക്കുന്നില്ല. അനുതാരയെ രോഗമാണ് വലയ്ക്കുന്നത് എങ്കിൽ നീലകണ്ഠനെ ഇല്ലായ്മയാണ് വലയ്ക്കുന്നത്. എന്നിട്ടും അവൻ ആരോടും ഒന്നിനും പരാതിപ്പെടുകയോ സങ്കടം പറയുകയോ ചെയ്യുന്നില്ല. എല്ലാത്തിനെയും ഒരു നിറഞ്ഞ ചിരിയോടെ നേരിടുന്ന നീലകണ്ഠൻ എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ്. തന്റെ ഇല്ലായ്മയ്ക്കിടയിലും കഷ്ടപ്പാടുകൾക്കിടയിലും രോഗിയായ തന്റെ കൂട്ടുകാരിയെ സഹായിക്കാൻ അവൻ സമയം കണ്ടെത്തുന്നുണ്ട്. അവൾക്ക് നോട്ടുകൾ പകർത്തി കൊടുക്കാനും അവളെ പഠിപ്പിക്കാനും അവളെ കൈപിടിച്ച് കൂടെ നടത്താനും അവന് കഴിയുന്നുണ്ട്. രോഗം വന്ന് തന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോഴും അവൻ അത് പറഞ്ഞ് അനുതാരയുടെ മുന്നിലിരുന്ന് കരയുന്നില്ല. അതവളെ കൂടുതൽ തളർത്തുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവസാനമായി വന്ന് അവളെ ഒന്ന് കണ്ട് വീണ്ടും പഠിക്കാനും ജീവിതം തുടരാനും അവളെ പ്രോത്സാഹിപ്പിച്ചതിനു ശേഷമാണ് അവൻ ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുന്നത്. തന്റെ പഠനവും ജീവിതവുമെല്ലാം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നറിയുന്ന അവസരത്തിൽ പോലും തന്റെ കൂട്ടുകാരിയെ പ്രചോദിപ്പിക്കാനും അവൾക്ക് വേദനയുണ്ടാകാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവനൊരു പ്രചോദനമാകുന്നുണ്ട്. നീലകണ്ഠനെ പോലെയുള്ള സൗഹൃദങ്ങൾ ഏതൊരു മനുഷ്യനും ഭാഗ്യമാണ്. ഇങ്ങനെയുള്ള സൗഹൃദങ്ങളെ ലഭിക്കുക എന്നത് സുഹൃതമായി കരുതേണ്ടതാണ്.